പാലക്കാട് യാക്കരയിൽ വിദ്യാർത്ഥികൾ നൽകിയ അപേക്ഷകൾ കുറ്റിക്കാട്ടിൽ കണ്ടെത്തിയ സംഭവത്തിൽ ധനസഹായം അനുവദിച്ചു. ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ 15 അപേക്ഷകരിൽ 11 പേർക്കായി 45,000 രൂപയാണ് അനുവദിച്ചത്. ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ചേരുന്നത്. ഷംന, എപ്പോഴായിരിക്കും ഈ തുക വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക? ക്രിസ്റ്റീന, പ്രവിത, കഴിഞ്ഞ ദിവസമാണ് ഈ യാക്കര പുഴയ്ക്ക് സമീപമുള്ള കുറ്റിക്കാട്ടിൽ 15 അപേക്ഷകൾ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 10ാം ക്ലാസ് +2 പരീക്ഷ പാസ്സായ കുട്ടികൾക്ക് സർക്കാർ നൽകുന്ന ധനസഹായത്തിനുള്ള അപേക്ഷകളാണിത്. ഇത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് വലിയ വീഴ്ചയാണെന്ന് നേരത്തെ തന്നെ ഉദ്യോഗസ്ഥരടക്കം കണ്ടെത്തിയിരുന്നു. ഈ കളക്ടർ നിർദ്ദേശപ്രകാരം കാരണം കാണിക്കൽ നോട്ടീസ് അടക്കം ട്രൈബൽ വിഭാഗത്തിന് നൽകുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ നടപടി ഉണ്ടാവുന്നത്. അന്ന് തന്നെ അതിന്റെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഈ ഉപേക്ഷിച്ച 15 അപേക്ഷകളിൽ 11 കുട്ടികളും അർഹരാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിലാണ് ഇപ്പോൾ നടപടി വരുന്നത്. 45,000 രൂപ ഈ കുട്ടികൾക്കായി വിതരണം ചെയ്യും. അത് ഉടൻ തന്നെ കഴിയുന്നതും വേഗം കുട്ടികൾക്ക് വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. എന്തായാലും ഈ വീഴ്ച അത് ആരുടെ ഭാഗത്ത് നിന്നുണ്ടായാലും നടപടി ഉണ്ടാകുമെന്ന് കൂടി കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട്. വലിയ വീഴ്ചയാണെന്നും, കാരണം ഈ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ പഠനത്തിന് കൂടി വേണ്ടിയുള്ള ധനസഹായമാണിത്. അത്തരത്തിൽ ഈ അപേക്ഷകൾ എങ്ങനെ, അത് കൃത്യമായി തന്നെ ഈ കൊല്ലങ്കോട്ടെ ഓഫീസിൽ എത്തിയ ശേഷമാണ് പിന്നീട് അപേക്ഷകൾ മിസ്സാവുന്നത്. അതെങ്ങനെ സംഭവിച്ചു എന്നതിലടക്കം വിശദമായ ഒരു അന്വേഷണവും വരും ദിവസങ്ങളിൽ ഉണ്ടാവും. ക്രിസ്റ്റീന, പ്രവിത. എന്തായാലും ഇത്തരം കാര്യത്തിൽ വലിയ അന്വേഷണം ആവശ്യമാണ്. ഈ പറയുന്നത് പോലെ അവർക്ക് അവകാശപ്പെട്ട കാര്യമാണ് അവർ ചോദിച്ചത്. ആ അപേക്ഷകൾ കുറ്റിക്കാട്ടിൽ നിന്ന് പെറുക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ 11 വിദ്യാർത്ഥികളും അർഹരായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അയാൾക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസൊക്കെ നൽകിയിട്ടുണ്ട്. എന്തായാലും ഇത് അത്ര എളുപ്പത്തിൽ തള്ളിക്കളയാൻ ആകുന്ന ഒരു നടപടിയുമല്ല. അല്ല, എല്ലാവർക്കും അവർക്ക് അനുവദിച്ചിട്ടുള്ള ആനുകൂല്യമാണ്. അപ്പോൾ ഓരോരുത്തരും അർഹിക്കുന്ന കാര്യങ്ങൾ ഒരു പക്ഷഭേദവുമില്ലാതെ, ഒരു വ്യത്യാസവുമില്ലാതെ, അവഗണനയില്ലാതെ പരിഹരിക്കപ്പെടുന്ന, സ്വീകരിക്കപ്പെടുന്ന ഒരു ലോകം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ ഓരോ ദിവസം ആ ഒരു പ്രതീക്ഷയിലാണ് എഴുന്നേറ്റ് വരുന്നത്. പക്ഷേ എല്ലാ മേഖലകളിലും ഇങ്ങനെ കാണാറുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.